രചന ഫെബിയാഫ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ട്രെയിൻ സ്റ്റേഷനിൽ അടുക്കുന്തോറും അവന്റെ ഹൃദയം അസ്വസ്ഥമാവാൻ തുടങ്ങി. വലിയ ബാഗ് മടിയിലേക്ക് കയറ്റി വെച്ച് ഇരിപ്പൊന്ന് ശരിയാക്കി അവൻ പുറകിലേക്ക് മാറി മറിയുന്ന കാഴ്ചകളെ ഒന്ന് കാണാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. കണ്ണും മനസ്സും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ്. വിരലുകൾ സ്വയം അറിയാതെ എന്നവണ്ണം ബാഗിൽ പിടിമുറുക്കി. വേണമെന്നും വേണ്ടെന്നും പലപ്പോഴും തോന്നിയ ഈ യാത്ര എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരു ഉത്തരമായെങ്കിൽ അവൻ അതിയായി ആശിച്ചു. അസ്വസ്ഥത മാറ്റാനോ കൂട്ടാനോ എന്ന പോലെ ഫോണിലേക്ക് വരുന്ന മെസ്സേജ് ടോൺ കേൾക്കുമ്പോൾ വേഗത്തിൽ ഫോൺ എടുത്തു നോക്കി മറുപടി ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യും. ട്രെയിൻ സ്റ്റേഷനിലേക്ക് എടുക്കുന്നതിന്റെ ഭാഗമായി ചൂളം വിളി ഉയരുമ്പോഴും അവന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഹെഡ്ഫോണിൽ മറുപടി കൊടുക്കുമ്പോൾ മറുപുറത്തുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവണം. അതുകൊണ്ടാണല്ലോ അവിടുന്നുള്ള ഓരോ ചോദ്യത്തിനും കുറച്ച് വിക്കലോടെയുള്ള മറുപടിയും അവനിൽ നിന്നുണ്ടാവുന്നത്. ഓരോ വാക്കും പെറുക്കി കൂട്ടി പറയുന്നവന്റെ മുഖത്ത് നല്ല ടെൻഷനുണ്ട്. ഒരു കിതപ്പോടുകൂടി ആടിയുലഞ്ഞ് വണ്ടിയൊന്ന് നിർത്തിയതും ചെറിയൊരു വെപ്രാളത്തോടെ കയ്യിലുള്ള ബാഗ് ഭദ്രമായി ചേർത്തു പിടിച്ചതിനോടൊപ്പം മുകളിലെ റാക്കിൽ നിന്നും എയർലൈൻ ടാഗ് പതിച്ച ട്രോളി ബാഗും കയ്യിലെടുത്ത് ഡോറിനരികിൽ നിന്നും ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കി. അധികം തിരക്കുകളോ ആരവങ്ങളോ ഇല്ലാത്ത ആ ചെറിയ സ്റ്റേഷനിൽ തന്നെ കാത്തു നിൽക്കുന്നവരെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അവരെ കണ്ടതും ആശ്വാസത്തിനോടൊപ്പം വേദനയിൽ കുതിർന്നൊരു പുഞ്ചിരിയും അവനിൽ നിന്നുണ്ടായി. മുതലമട എന്നെഴുതിയ ആ ചെറിയ സ്റ്റേഷൻ കണ്ടപ്പോൾ കുഞ്ഞുനാളിൽ അമ്മയോടൊപ്പം ഒരേ ഒരിക്കൽ വന്നതിൻ്റെ നേരിയൊരു ഓർമ്മ മാത്രമേ അവൻ്റെ മനസ്സിൽ വന്നുള്ളൂ. പിന്നീട് നാട് കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ മലയാളത്തിലെ 1-2 സിനിമകൾ കാണും. ഇപ്പോഴും പറയത്തക്ക മാറ്റങ്ങൾ ഏതുമില്ലാതെ ആ സിനിമകൾ കാണുന്ന പോലെ തന്നെയുണ്ട്. വർഷങ്ങളുടെ പഴക്കമുള്ള ആൽമരങ്ങളും വള്ളികളും കാണുമ്പോൾ അമ്മയുടെ സാരി തലപ്പും ചുറ്റിപ്പിടിച്ച് വണ്ടിയിൽ കയറുന്ന എന്നെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ ഓർമ്മകളിൽ കൂടി ഓടി വരുമ്പോഴേക്കും എന്നെ കൂട്ടാനായി വന്ന അമ്മാവനും വിഷ്ണുവും എനിക്കടുത്ത് എത്തിയിരുന്നു. അമ്മാവന്റെ മകനാണ് വിഷ്ണു. യാത്രയെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മുക്കലിലും മുകളിലും ഞാൻ മറുപടി കൊടുത്തുകൊണ്ട് വെളിയിൽ നിർത്തിയിട്ട കാറിൽ അവരോടൊപ്പം കയറിയിരുന്ന് യാത്ര തുടരുമ്പോൾ എന്നിലെ മൗനം എന്നെ തീർത്തും നിശബ്ദനാക്കുന്നതായിട്ടാണ് എനിക്ക് തന്നെ തോന്നിയത്. ഇനി ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ സൂര്യനാരായണൻ. വർഷങ്ങൾക്ക് മുന്നേ, അതായത് പ്രണയിച്ച് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ അച്ഛൻ്റെ മരണത്തോടുകൂടി തീർത്തും ഒറ്റപ്പെട്ടു പോയ അമ്മയ്ക്ക് എന്നെ വളർത്താനായി എന്നെയും കൂട്ടി 15 വർഷം മുന്നേ നാട് വിടേണ്ടി വന്നു. ജാതിയില്ല മതമില്ലെന്നൊക്കെ പറഞ്ഞാലും അണ്ടിയോടടുക്കുമ്പോഴേ മാങ്ങാണ്ടിയുടെ പുളി അറിയൂ എന്ന് പറയുന്ന പോലെ അമ്മയെ വിവാഹം ചെയ്തതിൻ്റെ പേരിൽ അച്ഛന് ഇല്ലത്ത് പ്രവേശനമില്ലാണ്ടായി. അമ്മ കീഴ്ജാതിക്കാരിയായിരുന്നെങ്കിലും രണ്ടുപേർക്കും അധ്യാപനം എന്ന ജോലിയുള്ളതുകൊണ്ട് തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അച്ഛന് അപകടമരണം സംഭവിച്ച് അതിൽ പിന്നെ എല്ലാം തകിടം മറിഞ്ഞു. അമ്മയുടെ ജാതകണത്രേ അച്ഛൻ്റെ മരണത്തിന് കാരണമെന്ന് പറഞ്ഞ് ഇല്ലത്തു നിന്നുള്ള ഭീഷണിയും വഴക്കും സഹിക്കാണ്ടായപ്പോൾ അമ്മ കൂട്ടുകാരിയുടെ സഹായത്തോടെ ചെന്നൈയിലേക്ക് വണ്ടി കയറി. ഒരുപക്ഷെ സ്വത്തുക്കൾ പങ്കുവെക്കപ്പെടാണ്ടിരിക്കാൻ അവർ കണ്ടെത്തിയ മാർഗമാവാം. 5 വർഷത്തിന് ശേഷം ഷാർജ ഇന്ത്യൻ എംബസി സ്കൂളിൽ ഒരു ഇന്റർവ്യൂ വഴി കയറിപ്പറ്റാൻ അമ്മയ്ക്കായി. പിന്നീട് പ്രണയം നിറച്ച ഓർമ്മകളും വേദനകളും സമ്മാനിച്ച നാട്ടിൽ വരാൻ അമ്മ കൂട്ടാക്കിയില്ല. 10 വർഷം നാടുമായി വലിയ ബന്ധങ്ങളില്ലാതെ തന്നെ അവിടെ നിന്നു. വല്ലപ്പോഴും അമ്മാവനുമായിട്ടുള്ള ഫോൺ വിളിയിലൂടെ മാത്രം തുടർന്നു വന്ന ബന്ധം. തൻ്റെ കിച്ചേട്ടനില്ലാത്ത നാട്ടിൽ തനിക്കും വരേണ്ടെന്ന് പറഞ്ഞ് അവിടെ തന്നെ കഴിഞ്ഞുകൂടി. ആയിടക്കാണ് ക്യാൻസർ എന്ന മഹാമാരി മരണത്തിൻ്റെ രൂപത്തിൽ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടു പോയത്. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയായിരുന്നു എൻ്റെ ലോകം. അമ്മയില്ലെങ്കിൽ ഞാനില്ലെന്ന് പറയുന്നതാവും ശരി. എൻ്റെ ഈ സംസാരിക്കാനുള്ള വൈകല്യം എന്നെ എല്ലാവരിൽ നിന്നും ഞാൻ തന്നെ അകറ്റി നിർത്തിക്കൊണ്ടുവരികയായിരുന്നു. അമ്മയോടായിരുന്നു ഞാനെന്നും മിണ്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ ശബ്ദം അമ്മയിലൂടെയായിരുന്നു മറ്റുള്ളവർ കേട്ടുകൊണ്ടിരുന്നത്. എൻ്റെ താങ്ങും തണലുമായിരുന്നു. അമ്മയുടെ അഭാവം എനിക്ക് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ശൂന്യത തന്നെയായിരുന്നു. ഞാൻ തനിച്ചായി പോകരുതെന്ന അമ്മയുടെ തോന്നലുകളാണ് ഇന്നെന്നെ ഇവിടെ കൊണ്ടെത്തിച്ച്. അമ്മയുടെ 2 ആഗ്രഹങ്ങൾ, അതിലൊന്ന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. അവനൊന്നുകൂടി ആ ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അമ്മയുടെ സാമീപ്യം അറിയുന്ന പോലെ അവനിൽ നിന്നും ഒരു നെടുവീർപ്പുതിർന്നു. പക്ഷേ രണ്ടാമത്തേത്, അത് നടക്കുമോ അറിയില്ല. അതോർക്കുമ്പോൾ അറിയാതെ വീണ്ടും മുഖത്ത് ടെൻഷൻ നിറയും. ഗ്രാമീണത വിളിച്ചോതുന്ന ആ നാട്ടുവഴിയിലൂടെ കാറ് കടന്നു പോകുമ്പോൾ ആ കാഴ്ചകളിൽ മാത്രമായി അവൻ്റെ ശ്രദ്ധ. ചിറ്റൂരാണ് അമ്മയുടെ തറവാട്. പുലരിയുടെ തണുപ്പ് ഇപ്പോഴും വിട്ടകന്നിട്ടില്ല. കണ്ണെത്താ ദൂരത്തോളം ചതുരക്കള്ളിയായി തരംതിരിച്ച നെൽപ്പാടങ്ങൾ, വയലുകളുടെ അങ്ങേയറ്റം സീതാർക്കുണ്ട് നെല്ലിയാമ്പതി മലനിരകൾ കാണാം. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ മൂടൽ മഞ്ഞിൽ കറുത്തിരുണ്ടിരിക്കുന്നു. സീതാർക്കുണ്ട് വെള്ളച്ചാട്ടമുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടറിയാം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു നൂൽവര പോലെ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തിന്റെ നേർചിത്രങ്ങൾ നേർമയായി കാണാം. മഞ്ഞിന്റെ ചെറിയൊരു ആവരണമുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി ആ കാഴ്ച കാണാൻ കഴിഞ്ഞേനെ. ഒരിക്കൽ തനിക്ക് പ്രിയപ്പെട്ടവളായേക്കുന്നവളെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകണം. അതൊക്കെ നടക്കുമെന്ന് ഭഗവാന് മാത്രം അറിയാം.
ഒരു നെടുവീർപ്പോടുകൂടി പണ്ടെങ്ങോ കണ്ട കാഴ്ചകളും ആസ്വദിച്ച് വരുന്നുകൊണ്ടാവും കൂടെയുള്ളവർ ഒന്നും ചോദിക്കാതെ എന്നെ എൻ്റെ വഴിക്ക് വിട്ടത്. തലേ രാത്രി മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ കാറ്റിനൊപ്പം വരുന്ന പുതുമണ്ണിൻ്റെ മണം വർഷങ്ങൾക്ക് ശേഷം ആവോളം ആസ്വദിച്ചു. പച്ച നിറഞ്ഞു നിൽക്കുന്ന പാടത്തിൻ്റെ പൊന്നിൻ കതിരൊളികൾക്ക് ഏഴഴക് തോന്നി. കതിരൊളികളൊക്കെ ചെറുതായി തലതാഴ്ത്തി വെച്ചിട്ടുണ്ട്. മേനി പുറന്ന് പുൽകി മഴയായി വന്ന പ്രിയതമൻ്റെ ഓർമ്മകൾ തന്നെയാവും ഇപ്പോഴും. കിഴക്കേ ചക്രവാളത്തിൽ നിന്നും ആദിത്യൻ്റെ പ്രഭയിൽ വെട്ടിത്തിളങ്ങും പാടത്തിനെ മുഴുവൻ ഉണർത്തി എഴുന്നേൽപ്പിക്കാനെന്ന പോലെ നേർത്ത കാറ്റിൻ്റെ തലമർമരത്തിൽ കതിരുകൾ തമ്മിൽ കിന്നാരം പറയുന്നത് കാണാൻ നല്ല രസം. മുന്നോട്ട് പോകുന്തോറുമുള്ള ഓരോ കാഴ്ചയും സൂര്യയെ ഭൂതഭാവി തലങ്ങളിലേക്ക് മാറി മാറി കൊണ്ടുപോകുന്നുണ്ട്. റോഡിന് ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന മാമ്പഴത്തോട്ടങ്ങൾ കണ്ടപ്പോൾ അറിയാതെങ്കിലും കിളിങ്ങാമണികൾ നിറഞ്ഞ പാദസരമിട്ട രണ്ട് കുഞ്ഞിളം കാലുകളുമായി ചൂരിയേട്ടാന്ന് വിളിച്ച് കുഞ്ഞു കസവ് ഞൊറിപ്പാവടയുമിട്ട് ഓടി വരുന്ന കുഞ്ഞിക്കുറുമ്പിയെ ഓർമ്മ വന്നപ്പോൾ അറിയാതെ ചൊടികളിൽ ഒരു ചിരി വിടർന്നിരുന്നു. തൻ്റെ കുഞ്ഞോസ് എന്നെ ഓർക്കുന്നുണ്ടോ ആവോ? മാവിൻ തുമ്പത്ത് ഊഞ്ഞാലിട്ടത്, കല്ലെറിഞ്ഞ് വീഴ്ത്തി പച്ചമാങ്ങ ഉപ്പും കാന്താരിയും ഇടിച്ചു ചേർത്ത് കഴിച്ചത്. അറിയാതെ വായിൽ കൊതിയുടെ നീർച്ചാലുകൾ ഒഴുകിയോ എന്നൊരു സംശയം. കുട്ടിക്കാല ഓർമ്മകളുടെ കൂട്ടിപ്പിടിച്ച് പ്രകൃതി ഭംഗി ആവോളം ആസ്വദിച്ച് നിന്നുകൊണ്ടാവണം ആദ്യമുണ്ടായിരുന്ന ടെൻഷൻ ഇപ്പോഴില്ല. വാതിൽക്കൽ കാറ് നിവർത്തിയപ്പോഴാണ് ഞാൻ ചുറ്റും നോക്കുന്നത്. പഴയ വീടല്ല, അത് പൊളിച്ച് പണിതിട്ടുണ്ട്. മാറിയ ആകുലത വീണ്ടും തലവെക്കാൻ തുടങ്ങി. അമ്മ ഉണ്ടായിരുന്ന പോലെ അല്ലല്ലോ. ഇതിപ്പോൾ വർഷങ്ങൾക്ക് ശേഷം താൻ ഒറ്റയ്ക്ക്. എന്ത് ചെയ്യണമെന്ന ശങ്കയോടെ തന്നെ ഡോർ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. മോനെന്താ ആദ്യമായിട്ട് വരുന്ന പോലെ? കയറി വാ മോനെ. അമ്മാവിൻ്റെ വാക്കുകളാണ് എന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. വിഷ്ണു, ഉണ്ണിക്ക് മുകളിലെ മുറി കാണിച്ചു കൊടുക്കൂ കേട്ടോ. ഉണ്ണിയുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചോളൂ. അവിടെ ആകുമ്പോൾ ഉണ്ണിക്ക് സൗകര്യമുണ്ട്. കുളിയും നനയൊക്കെ അവിടെ തന്നെ ആവാലോ. ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. അച്ഛാ, അച്ഛനിത് എങ്ങോട്ടേക്കാ? ഒന്ന് കവല വരെ. ഒരാഴ്ച കഴിഞ്ഞാൽ കൊയ്ത്തിനുള്ള സമയമായി. അതിനു വേണ്ടുന്ന കാര്യങ്ങൾക്കാ. ഉണ്ണി, കുളിച്ച് കാപ്പി കുടിച്ച് ചിലപ്പോൾ വിശ്രമിച്ചോളൂ കേട്ടോ. അപ്പോഴേക്ക് അച്ഛനെങ്കിൽ വന്നോളൂ. വരൂ. അതും പറഞ്ഞ് വിഷ്ണുവേട്ടൻ്റെ ട്രോളിയുമായി മുന്നിലും ഞാൻ ബാഗുമായി പുറകിലും നടന്നു. അവരച്ഛനും മോനും ഒട്ടും അപരിചിത്വം കാണിക്കുന്നില്ലെങ്കിലും എനിക്കാകെ എന്തോ പോലെ. കുറെ നാളുകളായിട്ടൊരു ബന്ധം ഇല്ലാതിരുന്നല്ലേ, അതുകൊണ്ടാവും. അമ്മേ, അമ്മേ, വൈക. ഇത് രണ്ടുപേരും എവിടെ പോയി കിടക്കുകയാണാവോ? വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ലല്ലോ ഈശ്വര. സ്വയം എന്നോണം വിഷ്ണു പറയുന്നുണ്ട്. വൈക എന്നുള്ള വിളി കേട്ടപ്പോൾ കണ്ണുകൾ അറിയാതെ അകത്തളം മുഴുവൻ പരതി. ആഹാ, നിങ്ങളിതെത്തിയോ? നേരിതിന് തുമ്പത്ത് കൈകൾ തുടച്ചൊരു വെപ്രാളത്തോടെ മാമി എനിക്കരികിലേക്ക് ഓടി വരുന്നുണ്ട്. ഉണ്ണിയെ, എത്ര നാളായടാ കണ്ടിട്ട്. നിന്റെ അമ്മയ്ക്കോ ഞങ്ങളെയൊന്നും വേണ്ട. നിനക്കും വേണ്ടാതായോടാ ഞങ്ങളെ? അതും പറഞ്ഞ് എൻ്റെ മുഖ കൈകളിൽ കോരിയെടുത്തിട്ടുണ്ട്, ഒരു കൊച്ചു കുട്ടിയോടെന്ന പോലെ. സങ്കടമാണോ പരിഭവമാണോ ദേഷ്യമാണോ എന്നറിയില്ല. എൻ്റെ മുഖം ഉമ്മകൾ കൊണ്ട് മൂടുമ്പോൾ കരയുന്നുണ്ട്. പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ കയ്യിലുള്ള ബാഗ് താഴെ വെച്ചു. അമ്മയ്ക്ക് ശേഷം എൻ്റെ അമ്മയെ കിട്ടിയതുപോലെ ഞാനും മാമിയെ കെട്ടിപ്പിടിച്ചു. ഒന്ന് ഉള്ളം പൊട്ടിക്കരയാൻ തോന്നിയത് കൊണ്ടാവും എൻ്റെ കണ്ണുനീരും ആ തോളത്ത് പതിഞ്ഞപ്പോൾ ഒരു ഞെട്ടലോടെ ആ ദേഹത്ത് നടത്തി മാറ്റി എൻ്റെ മുഖത്തേക്ക് നോക്കിയത്. ഉണ്ണിയെ, നീ കരയാണോ? ഇനി കരയരുത് കേട്ടോ. രേവുന് സഹിക്കില്ല. പാവാ അവളെ സങ്കടപ്പെടുത്തില്ലേ? ഞങ്ങളില്ലേ ഉണ്ണിക്ക്? നീ എന്താണ് ഒന്നും മിണ്ടാത്തേ? ഇപ്പോഴും നിന്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റമില്ല അല്ലേ? മാമി കരച്ചിലിനിടയിലും പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല മാമി. കരഞ്ഞുകൊണ്ടാവും എൻ്റെ അക്ഷരങ്ങൾ നാവിൻ തുമ്പത്തിൽ നിന്നും വീണ്ടും പിണക്കം നടിക്കുന്നു. സാരില്ല ഉണ്ണി, വിഷമിക്കണ്ട കേട്ടോ. വൈക ക്ഷേത്രം വരെ പോയേക്കുക. ഇപ്പോൾ വരും. അവള് മാറ്റിക്കോളൂ ഉണ്ണിയുടെ സങ്കടമല്ല. മോനൊന്ന് പോയി കുളിച്ച് വേഷമൊക്കെ മാറി വായോ. മാമി കഴിക്കാൻ എടുത്തു വെക്കാം. അതും പറഞ്ഞ് എൻ്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുടച്ചു മാറ്റുന്നുണ്ട്. ആൺകുട്ടികൾ കരയാൻ പാടില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ അമ്മ എന്നെ കരയാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വല്ലാതെ സങ്കടം വരുമ്പോൾ ഒന്ന് കരഞ്ഞാൽ ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ കുഞ്ഞുകൊണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്തോ മനസ്സിനുള്ളിൽ ഒരു കുളിര് കോരിയിട്ട പോലെ. കുളി കഴിഞ്ഞ് തല തോർത്തിക്കൊണ്ട് മുറിയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഓടിക്കൊണ്ട് സ്റ്റെയർ കേസ് കയറി വരുന്ന പാദസരക്കിൽക്കാൻ കേൾക്കുന്നത്. പെട്ടെന്ന് നിന്നു ഞാനൊന്ന് വാതിൽക്കിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് തനിക്ക് നേരെ പ്രസാദവും നീട്ടിപ്പിടിച്ച് കിതപ്പോടുകൂടി നിൽക്കുന്ന കുഞ്ഞൂസിനെയാണ്. കരിമ്പച്ച നിറത്തിലുള്ള ധാവണിയും ചുറ്റി നിൽക്കുന്നവളെ കണ്ടപ്പോൾ നേരെ ചൊവ്വേ എൻ്റെ പേര് പോലും വിളിക്കാനറിയാതെ കൂടെ നടക്കുന്ന കുഞ്ഞൂസിനെയാണ് ഓർമ്മ വന്നത്. കുഞ്ഞൂസേ, എൻ്റെ വിളി കേട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞ് തലയിളക്കുന്നുണ്ട്. പണ്ടും ഇങ്ങനെയാ. എനിക്ക് വേണ്ടിയും കൂടി അവളാ എല്ലാവരോടും സംസാരിക്കുന്നത്. എനിക്ക് കേട്ട് നിന്നാൽ മാത്രം മതി. ഇതിപ്പോൾ എന്നോടൊന്നും മിണ്ടണ്ടെന്നാണ് പറയുന്നത്. എത്ര നാൾ കൊണ്ട് കൊതിക്കുന്നതാണ് ഈ മുഖമൊന്ന് കാണാൻ. ഉള്ളിലിട്ട് ഓമനിച്ച് വളർത്തുകയല്ലായിരുന്നു. തമ്മിൽ മിണ്ടാതെ എന്തോരം മിണ്ടിയിരിക്കുന്ന ഓരോ കിനാവിലും ആ കണ്ണുകൾ നോക്കി പറയാതെ പറയുകയായിരുന്നു എൻ്റെ മനസ്സ്. അത് തിരിച്ചറിഞ്ഞെന്ന പോലെ കുഞ്ഞുവിൻ്റെ കണ്ണുകളൊന്ന് പിടഞ്ഞു. പെട്ടെന്ന് നാണത്താൽ ചിരിച്ചുകൊണ്ട് മുഖം താഴ്ത്തി കളഞ്ഞു.
ഞാൻ നേരെ അവിടെ മുന്നിൽ പോയി എൻ്റെ മുഖമൊന്ന് താഴ്ത്തി കൊടുത്തു. അവളുടെ കൈത്തലം നേരിയ വിറയലോടുകൂടി ഇലച്ചീന്തിൽ നിന്നൊരു നുള്ളു ചന്ദനക്കുറിയെടുത്ത് തൊട്ടു തരുമ്പോൾ ആ വിരൽ തലപ്പിന്റെ നൈർമല്യം ഞാൻ അറിയുകയായിരുന്നു. മനസ്സിലിട്ട് താലോലിച്ച് വളർത്തിയ ചെമ്പകമലച്ചെടി ഒന്നായി പൂത്തുലഞ്ഞ പോലെ, അതിൻ്റെ നറുമണ അവിടമാകെ പരന്നൊഴുകും പോലെ തൻ്റെ ഉള്ളിലെ പ്രണയം അവളിലുമുണ്ടെന്ന തിരിച്ചറിവ്. അതിൻ്റെ സന്തോഷം എനിക്കെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പോലും അറിയില്ല. ആരുമില്ലാത്തവന് പെട്ടെന്ന് ആരൊക്കെ ഉണ്ടായതുപോലെ അവളുടെ പാദസരിക്കിൽക്കുമാണ് എന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. പെണ്ണ് ചിരിച്ചുകൊണ്ട് പടിയിറങ്ങി പോവുകയാണ്. ഇടയ്ക്കിടെ തന്നെ നോക്കി ചിരിക്കുന്നുമുണ്ട്. അമ്മയുടെ ആഗ്രഹം പോലെ നിളയുടെ തീരത്ത് കർമ്മിയുടെ നേതൃത്വത്തിൽ അമ്മാവനും വിഷ്ണുവേട്ടനുമൊപ്പം എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ തനിക്കായുള്ളവൾ തന്നെയും നോക്കി നിൽപ്പുണ്ട്, കുറച്ചകലെ മാറി നിന്നുകൊണ്ട്. അമ്മയുടെ ആത്മശാന്തിക്കായി ബലിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴും അമ്മയോട് നന്ദി പറയുകയായിരുന്നു. അമ്മയുടെ മകൻ ഒറ്റയ്ക്കായില്ലെന്ന്. അമ്മയ്ക്ക് ശേഷം എനിക്ക് വേണ്ടി സംസാരിക്കാൻ എൻ്റെ കുഞ്ഞൂസ് എന്ന വൈകപ്പെണ്ണ് എൻ്റെ കൂടെ തന്നെയുണ്ടെന്ന്. അമ്മയുടെ അഭാവം ഒരു നൊമ്പരമാണെങ്കിലും അമ്മയുടെ രണ്ടാഗ്രഹവും സാധിപ്പിക്കാൻ കഴിഞ്ഞുള്ള സംതൃപ്തിയായിരുന്നു എന്നിൽ നിറയെ. മലനിരകൾ താണ്ടി വരുന്ന വെള്ളച്ചാട്ടത്തിനരികെ അവരുടേതായ ലോകത്തിരിക്കുമ്പോൾ രണ്ടുപേരും ഇത്ര നാളിലെയും കാര്യങ്ങൾ മൗനം കൊണ്ട് സംസാരിക്കുകയായിരുന്നു. അവനൊന്ന് എന്തെങ്കിലും പറയാൻ വാ തുറക്കുമ്പോഴേക്കും ഇതാണോ കാര്യമെന്ന് പറയുന്നവളെ എങ്ങനെ ഈ ജന്മം കൂടെ കൂട്ടാതിരിക്കാനാവും? അവൻ്റെ മുന്നോട്ടുള്ള ഓരോ പ്രതീക്ഷയും ഇനി വൈകയിലൂടെ മാത്രമാണെന്ന തിരിച്ചറിവിൻ്റെ നിമിഷങ്ങളായിരുന്നു. വൈകയില്ലെങ്കിൽ സൂര്യയിൽ നിന്ന് പറയും പോലെ സൂര്യയുടെ ജീവിതത്തിൽ അണയാത്ത വെട്ടമാവാൻ അവൻ്റെ വൈകയും ചേർന്നൊരു ജീവിതത്തിന് തുടക്കം കുറിച്ചു.